നമസ്കാരം. കേൾക്കാം ഇന്നത്തെ പത്രങ്ങൾ. മീഡിയ വൺ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ജനുവരി 9 വ്യാഴാഴ്ച. ഞാൻ എം ജയപ്രകാശ്. ചാൻസലറുടെ അമിതാധികാരമുൾപ്പെടെ സർവകലാശാലകളിൽ കേന്ദ്രത്തിന് പിടിമുറുക്കാനുള്ള UGC മാർഗരേഖയ്ക്കെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കേരളം. ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ റിലയൻസിൽ നടത്തിയ നിക്ഷേപത്തിലെ അഴിമതി ഗൂഢാലോചനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് മാധ്യമം പ്രധാന തലക്കെട്ട്. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 6 പേർ മരിച്ചു. 2 ബഹിരാകാശ പേടകങ്ങളെ ബഹിരാകാശത്തു വെച്ച് സംയോജിപ്പിക്കുന്ന ISRO സ്പെഡക്സ് ദൗത്യം വീണ്ടും മാറ്റി. പെരിയ കേസിൽ മുൻ MLA ഉൾപ്പെടെ 4 പേരുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. പത്രങ്ങളിൽ പ്രധാന വാർത്തകൾ നിരവധിയുണ്ട്. നോക്കാം വിശദമായി. ആദ്യം മാതൃഭൂമിയുടെ 1-ാം പേജിലേക്ക്. പുതിയ പോർമുഖം എന്ന് തലക്കെട്ട്. UGC മാർഗരേഖ കേരളം കോടതിയിലേക്ക്. സംസ്ഥാന സർക്കാർ പണം മുടക്കുന്ന സർവകലാശാലകളിൽ കേന്ദ്രം പിടിമുറുക്കുന്നുവെന്ന വാദമുയർത്തി പുതിയ UGC മാർഗരേഖ കേരളം കോടതിയിൽ ചോദ്യം ചെയ്യും. നിയമോപദേശം തേടിയിട്ടുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. വൈസ് ചാൻസലറെ നിയമിക്കുന്നതടക്കമുള്ള അധികാരങ്ങൾ ചാൻസലറിൽ കേന്ദ്രീകരിച്ചതോടെയാണ് നിയമയുദ്ധത്തിനുള്ള നീക്കം. മാർഗരേഖ ചോദ്യം ചെയ്യാൻ തമിഴ്നാട് സർക്കാരും തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭ പാസാക്കിയ നിയമത്തെ കേന്ദ്രചട്ടം മറികടക്കുന്നുവെന്ന ഭരണഘടനാ പ്രശ്നവും കേരളം ഉന്നയിക്കും. ഗൂഢപദ്ധതിയാണ് പുതിയ മാർഗരേഖയെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർവകലാശാലകളുടെ തലപ്പത്തേക്ക് സംഘപരിവാർ ആജ്ഞാനുവർത്തികളെ എത്തിക്കാനുള്ള കുറുക്കുവഴിയാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ അവകാശം സ്ഥാപിച്ചു കിട്ടാൻ നിയമവഴിയടക്കമുള്ള സാധ്യതകൾ തേടുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള അധികാര തർക്കത്തിൽ സുപ്രീംകോടതി ഇടപെടലാണ് സംസ്ഥാനത്തിന്റെ പിടിവള്ളി. സെർച്ച് കമ്മിറ്റിയുടെ ശുപാർശയിൽ നിന്ന് മുൻഗണനാടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പട്ടിക തയ്യാറാക്കി സമർപ്പിക്കുകയും അതിൽ നിന്നൊരാളെ VC-യായി ചാൻസലറായ ഗവർണർ നിയമിക്കുമെന്നതായിരുന്നു കോടതിയുടെ പരിഹാര നിർദ്ദേശം. KFC-യിൽ അഴിമതി ഗൂഢാലോചന. റിലയൻസിനു വേണ്ടി ആസൂത്രണം തുടങ്ങിയത് 2016-ൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് എന്നാണ് മാധ്യമം പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന റിലയൻസ് കമ്പനിക്ക് വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ് KFC അഴിമതിയെന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നിക്ഷേപം നടത്തി 3-ാം മാസം മുതൽ നഷ്ടത്തിലായ റിലയൻസ് കമ്പനിക്ക് വേണ്ടി ആസൂത്രണം തുടങ്ങിയത് 2016-ൽ. മാതൃകമ്പനിയായ റിലയൻസ് ക്യാപിറ്റലിന്റെയും അനുബന്ധ കമ്പനിയായ റിലയൻസ് കമ്മ്യൂണിക്കേഷന്റെയും ബാധ്യതകൾ കാരണം 2016 ഏപ്രിലിൽ അനിൽ അംബാനി തട്ടിക്കൂട്ടിയ റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ആസൂത്രണം അതേ വർഷം ജൂൺ 28-ന് 250 കോടി രൂപ അധിക ധനസമാഹരണവും ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർത്തലും അജണ്ടയായി ചേർന്ന KFC ബോർഡ് യോഗത്തിലെന്നാണ് സൂചന. ഇത് സാധ്യമായില്ലെന്ന കാരണത്താൽ 2017 ജൂലൈ 3-ന് ബോർഡ് യോഗം ചേർന്ന് ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർത്താനും വിപണിയിൽ നിന്ന് 500 കോടി രൂപ സമാഹരിക്കാനും MDയെ ചുമതലപ്പെടുത്തി. ഇതിന്റെ തുടർച്ചയായി 2018-ൽ റിലയൻസിൽ നിക്ഷേപം നടത്തി. എന്നാൽ മാതൃകമ്പനിയായ റിലയൻസ് ക്യാപിറ്റൽ ലിമിറ്റഡിന്റെയും സഹോദര സ്ഥാപനമായ റിലയൻസ് കമ്മ്യൂണിക്കേഷന്റെയും RCFLന്റെയും റേറ്റിംഗ് മാറാൻ സാധ്യതയുണ്ടെന്നും സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും അതേ വർഷം ജനുവരി 18-ന് തന്നെ ക്രെഡിറ്റ് ഏജൻസി കെയർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതവഗണിച്ചാണ് 60.8 കോടി രൂപ നിക്ഷേപിച്ചത്. എന്നാൽ 2018 ജൂണിന് ശേഷം പണവിപണിയിലുണ്ടായ പ്രതിസന്ധികളും ചില പ്രധാന നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളുടെ തകർച്ചയുമാണ് RCFLനെ ബാധിച്ചതും KFCയുടെ നിക്ഷേപം തിരിച്ചു കിട്ടുന്നതിന് പ്രതിസന്ധിയുണ്ടാക്കിയതുമെന്നുമാണ് KFC MDയുടെ വിശദീകരണം. വായ്പാ ബാധ്യതകൾ തിരിച്ചു നൽകുന്നതിൽ RCFL വീഴ്ച വരുത്തിയതോടെ റിസർവ് ബാങ്ക് ഇടപെട്ട് തയ്യാറാക്കിയ പരിഹാര പദ്ധതിയിൽ നിക്ഷേപത്തിന്റെ 24.96% തിരിച്ചുകൊടുക്കാമെന്ന വ്യവസ്ഥയ്ക്കെതിരെ KFC മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചു. പിന്നാലെ RCFLന്റെ ആസ്തി ബാധ്യതകൾ ഏറ്റെടുത്ത കമ്പനി നിക്ഷേപത്തിന്റെ 50% മടക്കി നൽകാമെന്ന വ്യവസ്ഥ വെച്ചു.
ഇതിനെതിരെയും മുംബൈ ഹൈക്കോടതിയിൽ നിയമ നടപടി തുടരുകയാണ്. നിക്ഷേപത്തിന്റെ ഉത്തരവാദിത്തം KFCയുടെ മാത്രം തലയിൽ കെട്ടിവെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിൽ. നടി ഹണി റോസിന്റെ ലൈംഗികാധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിൽ. എറണാകുളം സെൻട്രൽ പോലീസ് വയനാട് മേപ്പാടിയിലെ എസ്റ്റേറ്റിൽ നിന്ന് ബുധനാഴ്ച രാവിലെ കസ്റ്റഡിയിലെടുത്ത ബോബിയെ വൈകിട്ട് 7:20 കൊച്ചിയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും. എറണാകുളം സെൻട്രൽ പോലീസും വയനാട് SP-യുടെ പ്രത്യേക സംഘവും ചേർന്നാണ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് പുത്തൂർവയൽ AR ക്യാമ്പിലെത്തിച്ച ശേഷം കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച ഹണി റോസ് പരാതി നൽകിയ ഉടൻ ബോബിക്കെതിരെ കേസെടുത്ത് നടപടികൾ ആരംഭിച്ചിരുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഭാരതീയ ന്യായ് സംഹിതയിലെ 75-ാം വകുപ്പ്, ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തിയതിന് IT ആക്ടിലെ 67-ാം വകുപ്പ് എന്നിവ പ്രകാരമാണ് കേസ്. തുടർന്ന് ബോബി വയനാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച രാത്രി തന്നെ അവിടേക്ക് തിരിച്ചു. ഇതിനിടെ ഹണി റോസ് മുഖ്യമന്ത്രി പിണറായി വിജയനോടും പരാതി സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കും ഒളിവിൽ പോകാനും അവസരം ലഭിക്കാതിരിക്കാൻ അതിവേഗത്തിലായിരുന്നു പോലീസ് നടപടികൾ. ബുധനാഴ്ച രാവിലെ വയനാട്ടിൽ 1000 ഏക്കർ റിസോർട്ടിലെത്തിയ പോലീസ് സംഘം പുറത്തേക്ക് വരികയായിരുന്ന ബോബിയുടെ വാഹനം തടഞ്ഞ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് AR ക്യാമ്പിലേക്കും അവിടെ നിന്ന് പോലീസ് ജീപ്പിൽ കൊച്ചിയിലേക്കും എത്തിക്കുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തലവൻ സെൻട്രൽ AC PK ജയകുമാർ, SHO അനീഷ് ജോയ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രാഥമിക ചോദ്യം ചെയ്യലും നടന്നു. ബോബിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹണി റോസിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുൻപാകെ 2 മണിക്കൂറോളം രഹസ്യമൊഴി ഹണി റോസ് നൽകിയിട്ടുണ്ട്. ഇതിൽ നിർണായക വിവരങ്ങളുണ്ടെങ്കിൽ ഹണിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഒരാൾ അപമാനിക്കുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് വെളിപ്പെടുത്താതെ ഹണി റോസ് രംഗത്തെത്തിയത്. വലിയ ആശ്വാസമെന്ന് ഹണി റോസ്. ബോബി ചെമ്മണ്ണൂരിനെതിരായ നടപടിയിൽ സന്തോഷവും ആശ്വാസവുമുണ്ടെന്ന് നടി ഹണി റോസ്. കുറച്ചുകൂടി മുൻപ് പ്രതികരിക്കേണ്ടതായിരുന്നുവെന്ന് തോന്നി. വർഷങ്ങളായി വലിയ മാനസിക പീഡനമാണ് അനുഭവിച്ചിരുന്നത്. ഇപ്പോൾ വലിയ ആശ്വാസം തോന്നുന്നു. മുഖ്യമന്ത്രിയുമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചിരുന്നു. ശക്തമായ നടപടിയെടുക്കും എന്ന് അവരെല്ലാം ഉറപ്പു നൽകിയിരുന്നു. ഇനിയും പ്രതികരിക്കാതിരുന്നാൽ താൻ ഈ കുറ്റകൃത്യം ആസ്വദിക്കുന്നു എന്ന സന്ദേശമാകും പൊതുസമൂഹത്തിന് ലഭിക്കുകയെന്നും ഹണി റോസ് കൂട്ടിച്ചേർത്തു. അതേസമയം ഹണി റോസിന്റെ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതായി സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക പത്രക്കുറിപ്പിൽ അറിയിച്ചു. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയും നടിക്ക് പിന്തുണയുമായി രംഗത്തെത്തി. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 6 മരണം. തിരുമല തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാത്രി തിരുപ്പതി വിഷ്ണു നിവാസത്തിന് സമീപമാണ് സംഭവം. വെങ്കടേശ്വരസ്വാമി ക്ഷേത്രത്തിലെ വൈകുണ്ഠദ്വാര ദർശനത്തിനുള്ള കൂപ്പൺ വാങ്ങാനെത്തിയവരാണ് ദുരന്തത്തിൽപ്പെട്ടത്. കൂപ്പൺ കൗണ്ടറിലേക്ക് ആളുകൾ തള്ളിക്കയറിയതാണ് അപകടത്തിനിടയാക്കിയത്. പോലീസുകാർ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും തിരക്ക് നിയന്ത്രണാതീതമായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ വിതരണം ചെയ്യുന്ന കൂപ്പൺ വാങ്ങാനായി ആയിരക്കണക്കിന് ആളുകളാണ് വരി നിൽക്കാൻ എത്തിയിരുന്നത്. മരിച്ചവരിൽ 3 പേർ സ്ത്രീകളാണ്. ഇതിൽ ഒരാൾ തമിഴ്നാട് സേലം സ്വദേശിനിയാണ്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരക്കിൽപ്പെട്ട ആളുകൾ സ്ഥലത്തുനിന്ന് പരിഭ്രാന്തരായി ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ദുരന്തത്തിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നടുക്കം രേഖപ്പെടുത്തി. അധികൃതരുമായി ഫോണിൽ സംസാരിച്ച അദ്ദേഹം പരിക്കേറ്റവർക്ക് ചികിത്സാവശ്യമായ സൗകര്യമൊരുക്കാൻ നിർദ്ദേശം നൽകി. ഉന്നത ഉദ്യോഗസ്ഥരോട് സംഭവസ്ഥലത്തെത്താനും ആവശ്യമായ നടപടികളെടുക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പെരിയ ഇരട്ടക്കൊല മുൻ MLA അടക്കം 4 പേരുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. ജാമ്യം. പ്രതികളുടെ അപ്പീലിൽ വിശദവാദം പിന്നീട്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ മുൻ MLA അടക്കം 5 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കപ്പെട്ട 4 പ്രതികളുടെയും ശിക്ഷ നടപ്പാക്കുന്നത് ഹൈക്കോടതി മരവിപ്പിച്ചു. CPM നേതാവും ഉദുമ മുൻ MLAയുമായ 20-ാം പ്രതി KV കുഞ്ഞിരാമൻ, 14-ാം പ്രതി K മണികണ്ഠൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാർ,
ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് മരവിപ്പിച്ചത്. ഇതേ തുടർന്ന് ഉപാധികളോടെ ജാമ്യവും അനുവദിച്ചു. രണ്ടാം പ്രതി സജി സി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചെന്നും ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നുമുള്ള കുറ്റം തെളിഞ്ഞെന്ന് കണ്ടെത്തിയാണ് ഇവർക്ക് കൊച്ചിയിലെ CBI സ്പെഷ്യൽ കോടതി 5 വർഷത്തെ തടവ് വിധിച്ചത്. എന്നാൽ CBI കോടതിയുടെ വിചാരണ നടപടികളും വിധിയും നീതിയുക്തമല്ലെന്നും തെളിവുകളും സാഹചര്യങ്ങളും ശരിയായ വിധം വിലയിരുത്താതെയാണ് ശിക്ഷ വിധിച്ചതെന്നുമാണ് അപ്പീൽ ഹർജിയിലെ വാദം. 5 വർഷം തടവിന് ശിക്ഷിച്ച പ്രത്യേക CBI കോടതി വിധി റദ്ദാക്കി കുറ്റവിമുക്തരാക്കണമെന്നാണ് പ്രതികളുടെ ആവശ്യം. അതുവരെ ശിക്ഷ സസ്പെൻഡ് ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അപ്പീലുകൾ ഫയലിൽ സ്വീകരിച്ച കോടതി തുടർന്നാണ് പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ചത്. അപ്പീൽ ഹർജി തീർപ്പാക്കാൻ സാധ്യതയില്ലെന്ന് കരുതുന്ന കാലയളവിനേക്കാൾ കുറഞ്ഞ കാലത്തെ തടവ് ശിക്ഷ വിധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. അതുൽ കേസിലെ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണിത്. സമാന സാഹചര്യമാണ് ഈ കേസിലെന്നും ഈ രീതിയിൽ മാറ്റം വരുത്തേണ്ട പ്രത്യേക സാഹചര്യമൊന്നും കാണുന്നില്ലെന്നും വ്യക്തമാക്കിയ കോടതി തുടർന്നാണ് ശിക്ഷ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിട്ടത്. 50,000 രൂപയുടെ സ്വന്തം ജാമ്യവും മറ്റ് 2 പേരുടെ ബോണ്ടും കെട്ടിവെക്കണമെന്ന ഉപാധിയോടെയാണ് ജാമ്യം അനുവദിച്ചത്. പിഴത്തുക കോടതിയിൽ കെട്ടിവെക്കണം. പ്രതികളുടെ അപ്പീലിൽ കോടതി പിന്നീട് വിശദവാദം കേൾക്കും. തലസ്ഥാനത്ത് തൃശൂർ പൂരം. 1/4 നൂറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം തൃശൂരിലേക്ക്. ഫോട്ടോ ഫിനിഷിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ 1008 പോയിന്റ് സ്വന്തമാക്കിയാണ് തൃശൂർ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടത്. അവസാനം വരെ പൊരുതിനിന്ന പാലക്കാടാണ് 1007 പോയിന്റുമായി രണ്ടാമത്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ കണ്ണൂർ 1003 പോയിന്റോടെ മൂന്നാമതും കോഴിക്കോട്, എറണാകുളം, മലപ്പുറം ജില്ലകൾ തൊട്ടുപിന്നിലുമാണ്. ആതിഥേയരായ തിരുവനന്തപുരത്തിന് 957 പോയിന്റുണ്ട്. ഒന്നാം വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സമാപന ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ ടൊവിനോ തോമസിന്റെയും ആസിഫ് അലിയുടെയും സാന്നിധ്യത്തിൽ മന്ത്രി വി ശിവൻകുട്ടി കിരീടങ്ങൾ സമ്മാനിച്ചു. വൻ ജനസാഗരത്തിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി GR അനിൽ അധ്യക്ഷത വഹിച്ചു. സ്പീക്കർ AN ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തി. സ്വർണ്ണക്കപ്പ് രൂപകൽപ്പന ചെയ്ത ചിറയിൻകീഴ് ശ്രീകണ്ഠൻ നായരെ സമ്മേളനത്തിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വിനോദയാത്രാ സംഘത്തിലെ 10 വയസ്സുകാരൻ റിസോർട്ടിലെ 6ാം നിലയിൽ നിന്ന് വീണു മരിച്ചു. മധ്യപ്രദേശ് കണ്ടവ മഹാജൻ മഹല്ല മന്ദി സ്ട്രീറ്റിൽ സാഗർ ദലാറിന്റെ മകൻ പ്രാരാബിയ ദലാലാണ് മരിച്ചത്. മൂന്നാർ ടി കാസിൽ റിസോർട്ടിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ഗ്ലാസ് നീക്കിയപ്പോൾ അബദ്ധത്തിൽ വീഴുകയായിരുന്നു. ഉടൻ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. 17 അംഗ വിനോദയാത്രാ സംഘത്തിലെ അംഗമായിരുന്നു കുട്ടി. സ്പെഡക്സ് ദൗത്യം വീണ്ടും മാറ്റി. 2 ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് സംയോജിപ്പിക്കുന്ന ISROയുടെ സുപ്രധാന ദൗത്യമായ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വീണ്ടും മാറ്റി. ചൊവ്വാഴ്ച രാവിലെ നടത്താൻ നിശ്ചയിച്ച ദൗത്യം ഉപഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ സഞ്ചരിച്ചതോടെ മാറ്റിവെക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ നടത്താനിരുന്ന ദൗത്യം സാങ്കേതിക കാരണങ്ങളെ തുടർന്നാണ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയത്. DCC ട്രഷററുടെ മരണം ആത്മഹത്യാ പ്രേരണയ്ക്കും കേസെടുത്തു. DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനുകൂടി കേസെടുത്തു. പുറത്തുവന്ന ആത്മഹത്യാക്കുറിപ്പിലെയും കത്തിലെയും പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കുന്നതെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഉദ്യോഗസ്ഥൻ ബത്തേരി DYSP KK അബ്ദുൽ ഷെരീഫ് പറഞ്ഞു. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, കോൺഗ്രസ് മുൻ നേതാവ് KK ഗോപിനാഥൻ, മുൻ DCC പ്രസിഡന്റ് KL പൗലോസ് തുടങ്ങിയവർക്ക് കോഴ നിയമനത്തിൽ പങ്കുണ്ടെന്ന പരാമർശമടങ്ങിയ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്ന ശേഷമാണ് നടപടി. കുറിപ്പിലെ കൈയക്ഷരം വിജയന്റേതാണെന്ന് മകൻ പ്രാഥമികമായി പറഞ്ഞത് വിശ്വാസത്തിലെടുത്താണ് നടപടികളിലേക്ക് നീങ്ങിയത്. വിജയന്റെ കൈയക്ഷരവുമായി ഒത്തുനോക്കാനുള്ള കൈയക്ഷര രേഖ ശേഖരിച്ചിട്ടില്ല. ഇതടക്കം ശേഖരിച്ച ശേഷം കോടതിയുടെ അനുമതിയോടെയേ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കൂവെന്നും DYSP പറഞ്ഞു. ബുധനാഴ്ച വിജയന്റെയും മകൻ ജിജേഷിന്റെയും ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുറിപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ കൂടി ലഭിച്ചതോടെയാണ്
അന്വേഷണ സംഘം ഫോണുകൾ കസ്റ്റഡിയിലെടുത്തത്. ഈ ഫോണുകളും കോടതിയുടെ അനുമതിയോടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ആത്മഹത്യാ പ്രേരണാകുറ്റത്തിനുകൂടി കേസെടുക്കുന്നതോടെ അസ്വാഭാവിക മരണത്തിന് കഴിഞ്ഞ മാസം 27-നെടുത്ത മാനന്തവാടി സബ് കളക്ടർ കോടതിയിലുള്ള കേസ് ക്രിമിനൽ കേസായി പരിഗണിച്ച് ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലേക്ക് മാറ്റും. ശബരിമലയ്ക്ക് 778.17 കോടി. മാസ്റ്റർ പ്ലാൻ പ്രകാരം സമഗ്ര വികസനം നടപ്പാക്കാനാണ് മന്ത്രിസഭാ തീരുമാനം. ശബരിമലയുടെ സമഗ്ര വികസനത്തിന് 778.17 കോടി രൂപയുടെ പദ്ധതികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. സന്നിധാനം, പമ്പ, നടപ്പാത എന്നിവയുടെ വികസനത്തിനായി ശബരിമല മാസ്റ്റർ പ്ലാനിന് അനുസൃതമായാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. നിലയ്ക്കൽ സമ്പൂർണ്ണ ബേസ് ക്യാമ്പാകും. താമസം, പാർക്കിംഗ്, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയെല്ലാം നിലയ്ക്കലിലേക്ക് മാറ്റും. തന്ത്രിമാർ ഉൾപ്പെടെ അനിവാര്യരായ വ്യക്തികളുടെ സാന്നിധ്യമേ സന്നിധാനത്ത് അനുവദിക്കൂ. സന്നിധാനം ഉൾപ്പെടുന്ന മേഖലയെ 8 മേഖലകളായി തിരിക്കും. മകരവിളക്കിന്റെ കാഴ്ച സംരക്ഷിക്കാനുള്ള സൗകര്യങ്ങൾക്കൊപ്പം തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ 2 ഓപ്പൺ പ്ലാസകളും പ്ലാനിലുണ്ട്. വനപാതയിലൂടെ തീർത്ഥാടകർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനാവശ്യമായ സൗകര്യങ്ങൾ ട്രക്ക് റൂട്ട് പ്ലാനിലുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് നീങ്ങാം. പരിസ്ഥിതി സംരക്ഷണത്തിനായി ട്രക്ക് റൂട്ടിന്റെ ഇരുവശത്തും ബഫർ സോൺ ഒരുക്കും. ആദ്യഘട്ടത്തിൽ 600.47 കോടി രൂപ, 2028-33 വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ 100.02 കോടി, 2034-39 വരെയുള്ള മൂന്നാം ഘട്ടത്തിൽ 77.68 കോടി എന്നിങ്ങനെയാണ് ചെലവഴിക്കുക. പമ്പയുടെയും ട്രക്ക് റൂട്ടിന്റെയും വികസനത്തിനായി 255.45 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പമ്പയുടെ ആദ്യഘട്ട വികസനത്തിന് 184.75 കോടിയും 28-33 വരെയുള്ള രണ്ടാം ഘട്ടത്തിന് 22.73 കോടിയും അനുവദിക്കും. ട്രക്ക് റൂട്ടിനായി ആദ്യഘട്ടത്തിൽ 32.88 കോടിയും രണ്ടാം ഘട്ടത്തിൽ 15.5 കോടിയും അനുവദിക്കും. പ്രതീഷ് നന്ദി അന്തരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകനും ചലച്ചിത്ര നിർമ്മാതാവും കവിയുമായ പ്രതീഷ് നന്ദി അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് സൗത്ത് മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നടത്തി. സിനിമ, TV, മാധ്യമരംഗങ്ങളിൽ 4 ദശകത്തോളം സജീവമായിരുന്ന അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് പബ്ലിഷിംഗ് ഡയറക്ടറും ദി ഇലസ്ട്രേറ്റഡ് വീക്കിലി ഓഫ് ഇന്ത്യയുടെ പത്രാധിപരുമായിരുന്നു. 90കളിൽ ദൂരദർശനിൽ പ്രമുഖരെ അഭിമുഖം ചെയ്ത പ്രതീഷ് നന്ദി യുടെ ഷോ പ്രശസ്തമായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു. ഇന്ത്യയിലെ ആദ്യ മൃഗാവകാശ സംഘടനയായ പീപ്പിൾ ഫോർ അനിമൽസ് മേനകാ ഗാന്ധിക്കൊപ്പം സ്ഥാപിച്ചു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സാമൂഹിക ചിന്തകൻ ആശിഷ് നന്ദി സഹോദരനാണ്. ബീഹാറിലെ ബഗൽപൂരിലാണ് ജനനം. 93-ൽ അദ്ദേഹം സ്ഥാപിച്ച പ്രതീഷ് നന്ദി ഫൗണ്ടേഷൻ സൂർ, ജങ്കാർ ബീറ്റ്സ്, ചമേലി, കാന്തേ, ശബ്ദ് എന്നിവയടക്കം നിരൂപക പ്രശംസ നേടിയതും പരീക്ഷണാത്മകവുമായ ഒട്ടേറെ സിനിമകൾ നിർമ്മിച്ചു. അടുത്ത കാലത്ത് ഫോർ മോർ ഷോർട്സ് പ്ലീസ് എന്ന ആമസോൺ വെബ് സീരീസും നിർമ്മിച്ചു. ഇംഗ്ലീഷിൽ 40ഓളം കാവ്യസമാഹാരങ്ങളടക്കം ഒട്ടേറെ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിജയത്തിന്റെ ബാറ്റൺ കൈവിടാതെ കുതിച്ചോടിയ റിലേ ടീമുകളുടെ കരുത്തിൽ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ കേരളം ഓവറോൾ ചാമ്പ്യന്മാർ. അവസാന ദിവസത്തിൽ റിലേ മത്സരങ്ങളിലൂടെ മാത്രം നേടിയ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവുമാണ് കേരളത്തെ സീനിയർ സ്കൂൾ മീറ്റിലെ കിരീടം നിലനിർത്താൻ സഹായിച്ചത്. കേരളം 138 പോയിന്റ് നേടിയപ്പോൾ 123 പോയിന്റുമായി മഹാരാഷ്ട്ര 2ാം സ്ഥാനത്തും 104 പോയിന്റുമായി തമിഴ്നാട് 3ാം സ്ഥാനത്തുമാണ്. 6 വീതം സ്വർണവും വെള്ളിയും 4 വെങ്കലവുമാണ് മീറ്റിൽ കേരളത്തിന്റെ ആകെ മെഡൽ നേട്ടം. കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിൽ നടന്ന മീറ്റിലും കേരളമായിരുന്നു ജേതാക്കൾ. ദേശീയ സബ് ജൂനിയർ സ്കൂൾ മീറ്റ് ഇതേ വേദിയിൽ നാളെ ആരംഭിക്കും. ആരോഗ്യ അഡീഷണൽ സെക്രട്ടറിക്ക് ഹൈക്കോടതി വാറന്റ്. കോടതിയലക്ഷ്യ ഹർജിയിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഗോബ്രഗഡെക്കെതിരെ ഹൈക്കോടതിയുടെ വാറന്റ്. ആരോഗ്യവകുപ്പിലെ നിയമനം സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാതിരുന്നതും നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശം പാലിക്കാതിരുന്നതും കണക്കിലെടുത്താണ്
ജസ്റ്റിസുമാരായ എ. മുഹമ്മദ് മുഷ്താഖ്, സി. ജയചന്ദ്രൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. ജാമ്യം കിട്ടാവുന്ന വാറന്റാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഭിന്നശേഷി സംവരണം പാലിച്ച് ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറായ ഡോക്ടർ ബി. ഉണ്ണികൃഷ്ണന് ഡെപ്യൂട്ടി ഡയറക്ടറായി പ്രമോഷൻ നൽകാൻ 2023 ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് നടപ്പാക്കാത്തതിനെതിരെയാണ് കോടതി അലക്ഷ്യ ഹർജി. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ ഇതിനിടെ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവ് കിട്ടിയിട്ടില്ല. എന്നിട്ടും സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാർ തയ്യാറായില്ല. നിയമന ഉത്തരവിട്ടിട്ടില്ലെങ്കിൽ സെക്രട്ടറി നേരിട്ടു ഹാജരാകണമെന്ന് ഡിസംബർ 10 കോടതി നിർദ്ദേശിച്ചു. ഇന്നലെ കേസെടുത്തപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ 2 ആഴ്ച സാവകാശം തേടിയെങ്കിലും കോടതി വഴങ്ങിയില്ല. ഖോബ്രഗഡെ ഹാജരായില്ലെന്നും അറിഞ്ഞതോടെയാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. കേസ് ഇനി 20 പരിഗണിക്കും. മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവ് ഡൽഹിയിൽ വീണ്ടും പ്രതിഷേധം. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കെ ഔദ്യോഗിക വസതി കോടികൾ ചെലവഴിച്ച് മോടിപിടിപ്പിച്ചെന്ന BJP ആരോപണത്തിൽ വീണ്ടും തെരുവിൽ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടിയും BJPയും എത്തി. സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കാൻ ആം ആദ്മി പാർട്ടി നേതാക്കളായ മന്ത്രി സൗരഭ് ഭരദ്വാജും രാജ്യസഭാംഗം സഞ്ജയ് സിംഗും മാധ്യമപ്രവർത്തകർക്കും പാർട്ടി പ്രവർത്തകർക്കുമൊപ്പം മുഖ്യമന്ത്രിയുടെയും പിന്നീട് പ്രധാനമന്ത്രിയുടെയും ഔദ്യോഗിക വസതികളിൽ പരിശോധനയ്ക്കെത്തി. 2 നേതാക്കളെ പോലീസ് തടഞ്ഞു. ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കാനായിരുന്നു AAP നേതാക്കളുടെ ശ്രമം. പോലീസ് തടഞ്ഞതോടെ വാക്കേറ്റവും സംഘർഷവുമുണ്ടായി. BJP ആരോപണങ്ങൾ നുണയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായെന്നും AAP നേതാക്കൾ പറഞ്ഞു. അൻവറിന്റെ മുന്നണി പ്രവേശം. ലീഗ് കോൺഗ്രസ് തീരുമാനത്തിനൊപ്പം. തിരുവനന്തപുരം. PV അൻവർ MLAയെ UDFുമായി സഹകരിപ്പിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന ഏതു തീരുമാനത്തിനൊപ്പവും നിൽക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ലീഗ് അറിയിച്ചു. മുന്നണിയുടെ ഭാവിയെ കരുതി അൻവറിനെ സഹകരിപ്പിക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനമെങ്കിൽ അതും സ്വീകാര്യമാണ്. ഇക്കാര്യത്തിൽ മുന്നണിക്കുള്ളിൽ ഭിന്നസ്വരമുയർത്താൻ ലീഗില്ല. പ്രധാന നേതാക്കൾ തമ്മിൽ ഫോൺ വഴി നടത്തിയ ആശയവിനിമയത്തിലാണ് ധാരണ. കോൺഗ്രസ് നേതാക്കളെ കാണാൻ ലക്ഷ്യമിട്ട് ഇന്നലെ തലസ്ഥാനത്ത് അൻവർ എത്തിയെങ്കിലും ആരും അൻവറിന് സമയം നൽകിയില്ല. അൻവർ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെയും പിന്നീട് PK കുഞ്ഞാലിക്കുട്ടിയെയും സന്ദർശിച്ചതിനു പിന്നാലെയാണ് കോൺഗ്രസുമായി ലീഗ് നേതൃത്വം ബന്ധപ്പെട്ടത്. അൻവറിനെ ആതിഥ്യമര്യാദയുടെ പേരിൽ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും അതിന് രാഷ്ട്രീയമാനമില്ലെന്നുമാണ് ലീഗ് വിശദീകരിച്ചത്. ചർച്ചകൾ നടക്കുന്നതിന് മുൻപ് തന്നെ അൻവർ UDFിലേക്ക് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധിയിലും നേതാക്കൾ സംശയം പ്രകടിപ്പിച്ചു. ഇക്കാര്യത്തിൽ ഇനി തുടർന്ന് ചർച്ചകളോ പരസ്യപ്രതികരണങ്ങളോ തൽക്കാലം വേണ്ടെന്നാണ് തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷത്തോളം ശേഷിക്കെ തിടുക്കത്തിൽ ഒരു തീർപ്പ് വേണ്ടതില്ല. അൻവറിനോ സംഘടനയായ DMKയ്ക്കോ പ്രാദേശിക തലത്തിൽ വലിയ വേരോട്ടമില്ലാത്തതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രസക്തിയില്ല. അൻവറിനു വേണ്ടി വാതിൽ തുറന്നിട്ടോ അടച്ചിട്ടോ ഇല്ല എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് ഈ വിഷയത്തിൽ തൽക്കാലം തുടരാൻ ഉദ്ദേശിക്കുന്ന നിസ്സംഗതയുടെ സൂചനയാണ്. സമരത്തിന്റെ പേരിൽ MLAയെ അറസ്റ്റ് ചെയ്ത രീതിയോടുള്ള പ്രതികരണത്തെ അൻവറിന് പിന്തുണ നൽകുന്നതായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. പ്രവർത്തകരുടെ അക്രമത്തിന്റെ പേരിൽ MLAയെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത സർക്കാർ ശൈലിയോടാണ് പ്രതികരിച്ചതെന്നും UDF നേതാക്കൾ വ്യക്തമാക്കുന്നു. മലയാളി ഉൾപ്പെടെ 6 മാവോയിസ്റ്റുകൾ കർണാടകയിൽ കീഴടങ്ങി. വയനാട് സ്വദേശിനി ജിഷ ഉൾപ്പെടെ 6 മാവോയിസ്റ്റ് നേതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങി. ചിക്കമംഗളൂരു ജില്ലാ കളക്ടർക്ക് മുൻപിൽ ഹാജരായവരെ റോഡ് മാർഗം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ ഓഫീസിലെത്തിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി ഭരണഘടനയുടെ പകർപ്പുകൾ സമ്മാനിച്ചു. നേരത്തെ കീഴടങ്ങിയ മാവോയിസ്റ്റുകളും സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സിവിക് ഫോറം ഫോർ പീസ് എന്ന സംഘടന നടത്തിയ ചർച്ചകളാണ് ഫലം കണ്ടത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള ധനസഹായം അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് കീഴടങ്ങുന്നതിന് മുൻപ് പുറത്തുവിട്ട വീഡിയോയിൽ ജിഷ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാനന്തവാടി തലപ്പുഴ സ്വദേശിനിയായ ജിഷയുടെ പേരിൽ വയനാട്ടിലുൾപ്പെടെ 18 കേസുകളുണ്ട്. കർണാടക സ്വദേശികളായ ലത മുണ്ടഗാരു,
വനജാക്ഷി, സുന്ദരി, ജയണ്ണ, തമിഴ്നാട് സ്വദേശി കെ വസന്തൻ എന്നിവരാണ് കീഴടങ്ങിയ മറ്റുള്ളവർ. നവംബറിൽ നക്സൽ വിരുദ്ധ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട വിക്രം ഗൌഡയുടെ സംഘാംഗങ്ങളാണ് ഇവർ. ഇനി ചില അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കൂടി. ലോസ് ഏഞ്ചൽസിൽ കാട്ടുതീ, 30,000-ഓളം പേരെ ഒഴിപ്പിച്ചു. കാലിഫോർണിയയിൽ ഗവർണർ ഗവിൻ ന്യൂസോം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. യുഎസിലെ കാലിഫോർണിയയിലുള്ള ലോസ് ഏഞ്ചൽസിൽ ആളിപ്പടർന്ന കാട്ടുതീയിൽ കനത്ത നാശനഷ്ടം. 10,000-ലേറെ വീടുകളിൽ നിന്ന് 30,000-ഓളം പേരെ ഒഴിപ്പിച്ചു. ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാവിലെ 10:30-യോടെയാണ് കാട്ടുതീയുണ്ടായത്. പടിഞ്ഞാറൻ ലോസ് ഏഞ്ചൽസിലെ പസഫിക് പാലിസേഡ്സ് മേഖലയിൽ 10 ഏക്കർ വനത്തിൽ പിടിച്ച തീ മണിക്കൂറുകൾക്കുള്ളിൽ 3000 ഏക്കറിലേക്ക് പടരുകയായിരുന്നു. നിരവധി വീടുകളും കെട്ടിടങ്ങളും കാട്ടുതീയിൽ കത്തിനശിച്ചു. 10 കിലോമീറ്റർ അകലെയുള്ള വെനീസ് ബീച്ചിലും കാട്ടുതീയുടെ പുക പടർന്നു. ഇറ്റാലിയൻ മാധ്യമപ്രവർത്തകയെ മോചിപ്പിച്ച് ഇറാൻ. നിയമം ലംഘിച്ചെന്നാരോപിച്ച് തടവിലിട്ട ഇറ്റാലിയൻ മാധ്യമപ്രവർത്തകയെ മോചിപ്പിച്ച് ഇറാൻ. ഇൽ ഫോഗ്ലിയോ പത്രത്തിലെ ജീവനക്കാരി സിസിലിയ സലയാണ് നിരവധി നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിൽ മോചിതയായത്. സിസിലിയ മോചിതയായ വിവരം ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. സിസിലിയയുടെ മോചനം സാധ്യമാക്കാൻ സഹായിച്ചവർക്കെല്ലാം എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ മെലോനി നന്ദി പറഞ്ഞു. ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസിനെ നശിപ്പിക്കുമെന്ന് ട്രംപിന്റെ ഭീഷണി. ജനുവരി 20-ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനു മുൻപ് ഗസയിലെ ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫ്ലോറിഡയിലെ മാറേലെഗോ എസ്റ്റേറ്റിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയത്. ഇത് ഹമാസിന് നല്ലതല്ല, തുറന്നു പറഞ്ഞാൽ ആർക്കും നല്ലതല്ല. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കാൻ പാടില്ലായിരുന്നെന്നും ഗസ വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ച് ട്രംപ് പറഞ്ഞു. ഇതിനിടെ ഇസ്രായേലും ഹമാസും തമ്മിൽ ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ ഗസ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. വെടിനിർത്തൽ ചർച്ചയിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷെയ്ഖ് ഹസീനയ്ക്ക് വിസ കാലാവധി നീട്ടി നൽകി ഇന്ത്യ. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം വിട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വിസ കാലാവധി നീട്ടി നൽകി ഇന്ത്യ. ഹസീനയെ വിട്ടുനൽകാൻ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് ഇന്ത്യയുടെ നടപടി. മുൻ പ്രധാനമന്ത്രിയുടെ പാസ്പോർട്ട് റദ്ദാക്കിയ ബംഗ്ലാദേശ് ഈ ആഴ്ച ആദ്യത്തിൽ ഹസീനയ്ക്കെതിരെ 2ാമത്തെ അറസ്റ്റ് വാറന്റും പുറത്തിറക്കിയിരുന്നു. കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ ഹസീന ഇന്ത്യയിലാണ് കഴിയുന്നത്. ലെബനനിൽ ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ലെബനൻ പാർലമെന്റ് ഇന്ന് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും. 2022 ഒക്ടോബറിൽ മിഷേൽ ഓൺ കാലാവധി പൂർത്തിയായതിനു ശേഷം പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിരുന്നില്ല. 128 അംഗ പാർലമെന്റിൽ പൊതുസ്ഥാനാർത്ഥിക്കായുള്ള ശ്രമം വിജയിച്ചിട്ടില്ല. ലെബനൻ രാഷ്ട്രീയത്തിലെ ശക്തികേന്ദ്രമായ ഹിസ്ബുല്ല ഇസ്രായേൽ ആക്രമണങ്ങളിൽ ദുർബലമായതിനു ശേഷം നടക്കുന്ന ആദ്യ രാഷ്ട്രീയ ബലപരീക്ഷണമാണിത്. അയൽരാജ്യമായ സിറിയയിൽ അസദ് ഭരണകൂടവും നിലംപൊത്തിയതോടെ ലെബനൻ രാഷ്ട്രീയത്തിൽ ഇറാനും സ്വാധീനം നഷ്ടമായിട്ടുണ്ട്. പകരം സൗദിയും യുഎസും രംഗത്തുണ്ട്. ലെബനനിൽ മറോനൈറ്റ് ക്രിസ്ത്യൻ വിഭാഗത്തിനാണ് പ്രസിഡന്റ് പദവി സംവരണം ചെയ്തിരിക്കുന്നത്. 2016-ൽ ഹിസ്ബുള്ളയുടെ പിന്തുണയോടെയാണ് മൈക്കിൾ ഓൺ പ്രസിഡന്റായത്. യുഎസ് സൗദി പിന്തുണയുള്ള ആർമി ജനറൽ ജോസഫ് ഔൻ ആണ് ഒരു പ്രധാന സ്ഥാനാർത്ഥി. ഹിസ്ബുള്ളയുടെ പിന്തുണ ഇദ്ദേഹത്തിന് ഇല്ലെന്നാണ് റിപ്പോർട്ട്. ഭൂകമ്പം, തിബറ്റിൽ 646 തുടർചലനങ്ങൾ. ചൊവ്വാഴ്ച വൻ ഭൂകമ്പമുണ്ടായ തിബറ്റിലെ ഷിഗാസയിലും പരിസരങ്ങളിലും ബുധനാഴ്ച 646 തുടർചലനങ്ങളുണ്ടായി. സമീപത്തെ ചിങ്ഹായി പ്രവിശ്യയിൽ 5.5 തീവ്രതയുള്ള ഭൂചലനമുണ്ടായി. എന്നാൽ ആളപായമില്ലെന്ന് അധികൃതർ അറിയിച്ചു. ചൊവ്വാഴ്ചത്തെ ഭൂകമ്പത്തിൽ 126 പേർ മരിക്കുകയും 188 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൊടും തണുപ്പിനിടയിലും ബുധനാഴ്ച ഷിഗാസയിൽ തെരച്ചിലും
ദുരിതാശ്വാസ പ്രവർത്തനവും നടന്നു. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.